നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 34 ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറാണെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഹമാസ്. ഇസ്രയേലുമായി വൈകാതെ ഒപ്പിടുമെന്ന് പ്രതീക്ഷിക്കുന്ന കരാറിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. ഇവരുടെ പട്ടികയും ഹമാസ് കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഇവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന വിവരം ഹമാസ് നൽകിയിട്ടില്ല എന്ന് ഇസ്രയേൽ പറയുന്നു. 2024 ജൂലൈയിൽ മധ്യസ്ഥർ വഴി ഇസ്രയേൽ കൈമാറിയതാണ് 34 ബന്ദികളുടെ പട്ടികയെന്നും ഹമാസ് ഉണ്ടാക്കിയതല്ലെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറയുന്നു. ഇക്കാര്യം ഹമാസും സ്ഥിരീകരിച്ചു. ഇസ്രായേൽ നൽകിയ പട്ടികയിലെ 34 പേരെയും ബന്ദിമോചനത്തിന്റെ ആദ്യഘട്ടമായി വിട്ടേക്കാൻ തീരുമാനിച്ചെന്ന വാർത്താ ഏജൻസിയായ AFPയോട് ഹമാസ് വ്യക്തമാക്കി. ഗാസയിൽ ബന്ദികളാക്കിയിരിക്കുന്ന എല്ലാ സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും രോഗികളെയും ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കും. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ കടന്നു കയറിയ ഹമാസ് 251 പേരെയാണ് ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുപോയത്. ഇതിൽ 80 പേരെ 2023 നവംബറിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി വിട്ടയച്ചിരുന്നു. 240 പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിച്ചു. ബാക്കി 96 പേർ ഗാസയിലുണ്ട്. 34 ബന്ദികൾ മരിച്ചു എന്നാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത്. വെടിനിർത്തൽ കരാർ ഉടൻ ഉണ്ടാകുമെന്ന് US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ജനുവരി 20 ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷമേ ഇത് ഉണ്ടാകാനിടയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. 15 മാസം പിന്നിട്ട് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഗാസയിൽ 45,805 പേരാണ് മരിച്ചത്. വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടെ ഗാസയിലെ 100ഓളം കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ സേന നടത്തിയ ആക്രമണങ്ങളിൽ 88 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. നുസീറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ ഒരു വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 5ഉം ജബാലിയയിലെ ഒരു കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 4 പേരും കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സേനയുടെ റെയ്ഡിനിടെ ഒരു ഫലസ്തീൻകാരൻ വെടിയേറ്റ് മരിച്ചു. 15 മാസം പിന്നിട്ട സംഘർഷം അവസാനിപ്പിക്കുന്നതിനും ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലി ബന്ദികളിൽ അവശേഷിക്കുന്നവരെ US-ൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന 20 മുൻപ് മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് വേഗമേറുകയായിരുന്നു. ചർച്ചകൾക്കായി 20 മധ്യസ്ഥർ ഖത്തറിലെ ദോഹയിലെത്തിയിട്ടുണ്ട്. ഇതേസമയം ബന്ദികളിൽ ലിറി അലിബാഗ് എന്ന വനിത ഇസ്രയേലിലെ സൈനിക നടപടി തന്റെ ജീവൻ അപകടത്തിലാക്കുമെന്നും തന്റെ മോചനം എത്രയും വേഗം സാധ്യമാക്കാൻ വേണ്ടത് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്ന വീഡിയോ ഹമാസ് പുറത്തുവിട്ടു. ഇതേസമയം തന്നെ ഹമാസിനെതിരായ യുദ്ധവുമായി അമേരിക്കൻ സഖ്യകക്ഷി മുന്നോട്ട് പോകുമ്പോൾ ഇസ്രയേലിന് $8 ബില്യൺ ആയുധങ്ങൾ വിൽക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസിനെ അറിയിച്ചതായി US ഉദ്യോഗസ്ഥർ പറയുന്നു. പാക്കേജിലെ ചില ആയുധങ്ങൾ നിലവിലെ US സ്റ്റോക്കുകൾ വഴി അയക്കും. എന്നാൽ അവയിൽ ഭൂരിഭാഗവും ഡെലിവർ ചെയ്യാൻ 1 വർഷമോ അതിൽ കൂടുതലോ എടുക്കുമെന്നാണ് US ഉദ്യോഗസ്ഥർ പറയുന്നത്. കോൺഗ്രസിന് അറിയിപ്പ് ഔപചാരികമായി അയച്ചിട്ടില്ല. ആയുധങ്ങളിൽ വായുവിലൂടെയോ ഭീഷണികളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിനെ സഹായിക്കുന്നതിന് ഇടത്തരം റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ, ദീർഘദൂര ലക്ഷ്യത്തിനുള്ള 155 mm പ്രൊജക്ടൈൽ പീരങ്കി ഷെല്ലുകൾ, ഫെൽവെയർ AGM 114 മിസൈലുകൾ, 500 പൗണ്ട് ബോംബുകൾ എന്നിവയും അതിൽ ഉൾപ്പെടുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം തുടങ്ങിയ യുദ്ധത്തിൽ US ഇസ്രയേലിന് നൽകിയ $17.9 ബില്യൺ സൈനിക സഹായത്തിന്റെ റെക്കോർഡിലേക്ക് ഈ ആയുധ പാക്കേജ് കൂട്ടിച്ചേർക്കും. ഓഗസ്റ്റിൽ വാഷിംഗ്ടൺ $20 ബില്യൺ പ്രത്യേക പാക്കേജിന് അംഗീകാരം നൽകി. അതിൽ ജെറ്റുകൾ, സൈനിക വാഹനങ്ങൾ, ബോംബുകൾ, മിസൈലുകൾ എന്നിവയും ഉൾപ്പെടുന്നു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലികളുമായി പോയ ബസിനു നേരെ തിങ്കളാഴ്ചയുടെ വെടിവയ്പിൽ 3 പേരാണ് മരിച്ചത്. 7 പേർക്ക് പരിക്കേറ്റു. ഫലസ്തീൻ ഗ്രാമമായ അൽ-ഫുണ്ടൂഖിലാണ് വെടിവയ്പുണ്ടായത്. അക്രമികൾക്കായി തെരച്ചിൽ നടത്തുകയാണെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം വെസ്റ്റ് ബാങ്കിൽ ആക്രമണങ്ങൾ കൂടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.